അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് 16 എണ്ണത്തോളം വെടിവെച്ചിടുകയും തകർക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഇസ്രയേലിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യയും കയ്യിലുള്ള F-16 ഫൈറ്ററും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചു. കാര്യമായ നാശം വരുത്തിയെന്നും അടിച്ചിട്ടുവെന്നും IRGC പറഞ്ഞു. IDF ഇറാൻ്റെ ഏജൻസി പറഞ്ഞത് തങ്ങളിൽ ഹിറ്റ് ചെയ്തു, പക്ഷേ യാതൊരു ഡാമേജും ഉണ്ടായില്ല, ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇറാൻ്റെ പ്രത്യാക്രമണം ഡിഫൻസ്ലെസ് ആണെന്ന് ആദ്യം തോന്നിയെങ്കിലും ഇന്നിപ്പോൾ വെടിവെച്ചിടുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. G7 രാജ്യങ്ങളെല്ലാവരും ചേർന്ന് ഹോർമിസ് തുറക്കണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചെങ്കിലും ആരും പടക്കപ്പലും സംഗതികളുമൊന്നും അയച്ച് അടിയും വഴക്കമുണ്ടാക്കി ലോകത്തെ കത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. അത് ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ആ ട്രംപിൻ്റെ ആഗ്രഹവും ഇപ്പോഴും ഭരണിക്കകത്താണ് കിടക്കുന്നത്. വിമാനങ്ങളിൽ കൊള്ളുന്ന അടി ചെറിയ ആത്മവിശ്വാസ തകർച്ചയല്ല ഇരുവർക്കും ഉണ്ടാക്കുന്നത്. കാരണം F-16 ഫൈറ്റർ ജെറ്റ് എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിൻ്റെ കണ്ണിൽ തീ വമിപ്പിക്കുന്ന കഴുകൻ എന്നൊക്കെ പറഞ്ഞാണ് ചാനലുകളെല്ലാം എഴുതി പറ്റിക്കുന്നത്. അതുമാത്രമല്ല, ഈ യുദ്ധം സൃഷ്ടിച്ച ലോകത്തിലെ ചില സങ്കല്പങ്ങളെയും മാറ്റിമറിക്കുന്നുണ്ട്. കാരണം അക്രമത്തിനും പ്രതിരോധത്തിനുമുള്ള എല്ലാ ആയുധങ്ങളും തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫൈറ്റർ ജെറ്റിനിട്ട് വെടികൊള്ളുന്നത്. അമേരിക്കയുടെ ജെറ്റ് വിമാനം അവസാനമടിച്ചത് താഴെ വീണില്ല എന്നുള്ളത് അമേരിക്കയുടെ ഭാഗ്യം മാത്രമാണ്. അവർ വല്ല വിധേനയും കൊണ്ടുപോയി തിരിച്ചിറക്കി. ഇത് താഴെ വീഴുകയും 2 പൈലറ്റുമാരെ കയ്യിൽ കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ കഥ മറ്റൊരു തരത്തിലേക്ക് ആയിത്തീരുമായിരുന്നു. കാരണം അമേരിക്കയാണ്. അവരുടെ ഡിഫൻസിൻ്റെ ആളുകളെ ജീവനോടെ മറ്റൊരു രാജ്യം പിടിച്ചെടുക്കുന്നതൊന്നും ട്രംപിൻ്റെ അമേരിക്കയിലെ ജനങ്ങൾ ട്രംപിനെ വെച്ച് പൊറുപ്പിക്കില്ല. പുട്ടുകുറ്റിയിൽ കയറ്റി ആകാശത്തേക്ക് അയക്കും. ഏതായാലും അതുണ്ടായില്ല. അതേ നാണയത്തിലാണ് ഇപ്പോൾ F-15ലും ഇറാൻ അടിച്ചിരിക്കുന്നത്. ഇത് ഇറാൻ്റെ ആയുധമല്ല എന്നാണ് ഇരുവരും വിശ്വസിക്കുന്നത്. ഇതിന് പിന്നിൽ വേറെ ആയുധങ്ങളും കൃത്യമായ വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് ഇറാന് എന്നാണ് ഇസ്രയേലും പറയുന്നത്. അത് അവിശ്വസിക്കാൻ തരമില്ല. കാരണം ഇല്ലെങ്കിൽ ഇത്ര ഷാർപ്പ്നെസ്സോടെ ഡിമോണ ഒന്നും അറ്റാക്ക് ചെയ്യാൻ ഇറാന് കഴിയില്ല. ഇത്രയും ദീർഘദൂര മിസൈലുകൾ, 2000 കിലോമീറ്റർ കടന്നൊക്കെ പോകുന്ന മിസൈലുകൾ ചെന്ന് ലക്ഷ്യസ്ഥാനത്ത് എല്ലാ പ്രതിരോധവും തകർത്ത് പതിക്കുക എന്ന് വല്ലതും പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കുമോ? നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് നെതന്യാഹുവിൻ്റെ അടുത്തേക്ക് ഇതൊന്നും അടുക്കില്ല, ആകാശം മുഴുവൻ അങ്ങനെ ആക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നെതന്യാഹുവിൻ്റെ അയൺ ഡൂം കണ്ടാണ് അമേരിക്ക വേറെന്തോ ഒരു ഗോൾഡൻ ഡൂം ഉണ്ടാക്കിയിട്ട് എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഗുണ്ടാപ്പിരിവ് നടത്തി ഹഫ്ത വാങ്ങിച്ച് ഈ പറയുന്നത് പോലെ വലിയ സംവിധാനം ഒരുക്കാൻ പോകുന്നത്. അതൊക്കെയാണ് ഈ അടിയിൽ തകർന്ന് തരിപ്പണമായത്. ഏതായാലും F-15 വിമാനങ്ങൾ ഇനി തങ്ങൾ അയക്കുമ്പോൾ വളരെ കരുതലോടെ അയക്കൂ എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനി അത്ര അങ്ങ് താഴെ വന്ന് പ്രിസിഷൻ നോക്കി അടിക്കാനൊന്നും നിൽക്കില്ല, വെടികൊണ്ട് താഴെ വീഴും, ദൂരെയൊക്കെ മുകളിലൊക്കെ വെച്ച് വാരിയിട്ടിട്ട് പോകും എന്നതായിരിക്കും ആ പറഞ്ഞതിൻ്റെ അർത്ഥം.